ഇപ്പം കോൺഗ്രസ് എങ്ങനെ തകരുന്നു, ഇപ്പം നാഷണൽ ലെവലിലുള്ള പല വീഡിയോയും ചെയ്തു. അപ്പം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര പോകുന്നു, എങ്ങനെയാണ് പല പോക്കറ്റുകളിൽ, അതായത് പല ജില്ലകളിലും സ്റ്റേറ്റുകളിലും പിന്നെ ഇത് മാറിയിട്ട് ഇങ്ങനെ തകർന്ന് പോകുന്നു. അതായത് പവർ സെന്റേർഡ് എന്ന സംഭവത്തിൽ നിന്ന്, അത് കോൺഗ്രസ് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ പവർ സെന്റേർഡ് ആണ്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് എങ്ങനെയാണ് തകരുന്നത്. അപ്പം നമുക്ക് പുതിയ ഈ രാഷ്ട്രീയത്തെ പറ്റി വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്തവർക്കും കോൺഗ്രസിനെ പറ്റി വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കേരളത്തിലെ ഒരു ജില്ല ഞാനങ്ങ് എടുക്കുക, പത്തനംതിട്ട ജില്ല. കാരണം ഞാൻ പത്തനാപുരംകാരനാണ്. ഇപ്പം എൻ്റെ ബോർഡറാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്, കൊല്ലം ജില്ലയാണ് പത്തനാപുരം എന്ന് പറയുന്നത്. അപ്പം ഈ പത്തനംതിട്ട ജില്ലയിൽ അപ്പം വളരെ ദീർഘനാൾ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യവുമില്ല, പുതിയതായിട്ട് ഉണ്ടായ ജില്ലയാണ്. പക്ഷെ പത്തനംതിട്ട ജില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്കായിട്ടുള്ള ഒരു കോർ, എപ്പോഴും കോൺഗ്രസിന് എല്ലായ്പ്പോഴും ജയിക്കുന്ന ഒരു ജില്ലയായിരുന്നു അവരുടെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. ഇപ്പം കെ നായർ പത്തനംതിട്ട വളരെ വർഷക്കാലം അവിടുത്തെ MLA ആയിരുന്നു. അതേപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ MLA ആയിരുന്നു. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ രാജു എബ്രഹാം വരുന്നതിന് മുമ്പ് MC ചെറിയാൻ കോന്നി MLA ആയിരുന്നു. അതേപോലെ തന്നെ അടൂർ പ്രകാശ് കോന്നിയുടെ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. അപ്പം ഇപ്പം ഈ റാന്നി, കോന്നി, അടൂര്, അപ്പം ഇതെല്ലാം കൂടെ തിരുവല്ല, അപ്പം തിരുവല്ല പോലും കോൺഗ്രസിൻ്റെ ശക്തമായ ഏറിയായിരുന്നു. അപ്പം ഇവിടെ പിന്നെ അവിടെ മാത്യു ടി എബ്രഹാം വരികയും പിന്നെ അത് ക്യാപ്ചർ ചെയ്യുകയും അതൊരു ആ രീതിയിലാണ് ഇടതുപക്ഷ സീറ്റുകൾ പിടിച്ചെടുക്കുന്നത്. അപ്പം ഈ പറയുന്ന പത്തനംതിട്ട ജില്ല കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന സംഭവം ഈ വളരെ അടുത്ത സമയത്താണ് അത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ഇടതുപക്ഷത്തിലോട്ട് പോകുന്നത്. അതെങ്ങനെ പോയി എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ആ വിഷയമാണ് നമ്മൾ ഇരുന്നൊരു ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ ആദ്യകാലത്തെ പത്തനംതിട്ടയിലെ മെയിൻ നേതാക്കളാണ് MC ചെറിയാൻ, പ്രൊഫസർ PJ കുര്യൻ, ഫിലിപ്പോസ് തോമസ്, അങ്ങനെയുള്ള പിന്നീട് അതിൻ്റെ യങ്ങർ ജനറേഷനിൽ വരുമ്പോൾ അടൂർ പ്രകാശ്, ബാബു ജോർജ്, ജയരാജ്, ഇങ്ങനെ ആൾക്കാർ വരികയാണ്. അപ്പം ഇതിൻ്റെ ഒരു സൂപ്പർലേറ്റീവായിട്ട് പവർ സെന്റർ എന്ന് പറഞ്ഞ് പത്തനംതിട്ട കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് PJ കുര്യനാണ്. ആ സമയം പ്രൊഫസർ PJ കുര്യനാണ്. അദ്ദേഹം കോഴഞ്ചേരി കോളേജിലെ അധ്യാപകനായിരുന്നു. കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടെ, അതായത് KSയിൽ കൂടെ മണ്ഡലം കമ്മിറ്റിയിൽ കൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരികയും വളരെ കാലം ഇടുക്കി ലോക്സഭയിൽ അംഗമാകുകയും പിന്നീട് അദ്ദേഹം മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയിരുന്നു വളരെ കാലം, എത്രയോ കാലം കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അവിടെ ഒരു മന്ത്രിസ്ഥാനത്ത് ആ സൂര്യനെല്ലി ഇഷ്യൂ ഒഴികെ ബാക്കി എല്ലാ സമയത്തും കേന്ദ്ര സർക്കാരിൽ അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പവർഫുൾ പൊസിഷൻ തന്നെയാണ് PJ കുര്യൻ അവിടെ ഇരുന്നത്. അപ്പോൾ PJ കുര്യൻ മർത്തോമക്കാരനാണ്. അപ്പോൾ PJ കുര്യൻ എങ്ങനെയാണ് പത്തനംതിട്ട കാറ്റർ ചെയ്ത് പോയത്, ഇതാണ് നമ്മൾ ഈ പറയുന്ന പവർ സെന്റർ എങ്ങനായിരുന്നു. അപ്പോൾ PJ കുര്യന് ഈ മർത്തോമ സഭക്കാരനാണെങ്കിൽ തന്നെ അദ്ദേഹം ഓർത്തഡോക്സ് സഭയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. തിരുവല്ല ബേസ്ഡ് ആയിട്ടുള്ള മലങ്കര റീത്ത്, കാരണം അദ്ദേഹം തിരുവല്ലക്കാരനാണെങ്കിൽ അവരുമായിട്ടും സഭയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. കാത്തലിക് സഭയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ ഈ സഭകളിലെ കൂടുതൽ അംഗം ആരെയാണ് എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ സഭകളെക്കാളും കൂടുതൽ ആളുകളോ പെന്തക്കോസ്തുകാർക്കായിരിക്കും. പിന്നെ അത് പല ഫാക്ഷൻ ആയതുകൊണ്ട് ഒരു ഫാക്ഷൻ അല്ലാത്തതുകൊണ്ട് പല ഫാക്ഷൻ ആയതുകൊണ്ട് ഈ പെന്തക്കോസ്തുകാരുമായിട്ട് അവരുടെ എല്ലാ വിങ്ങുമായിട്ടും PJ കുര്യന് ഈ ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധം NSSനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അതായത് സുകുമാരൻ നായരാണെങ്കിലും നേരത്തെ നാരായണപ്പണിക്കരാണെങ്കിലും ഈ PJ കുര്യനായിട്ടുള്ള ബന്ധം വലിയ സംഭവം. അപ്പം PJ കുര്യൻ പറഞ്ഞൊരു സംഭവമുണ്ട്, കരുണാകരനെ മാറ്റുന്ന A ഗ്രൂപ്പുകാർ കരുണാകര വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് GK മൂപ്പനാരും
ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി AICC ഒരു കമ്മിറ്റിയെ വിട്ടു. അന്ന് NSSന്റെ നാരായണ പണിക്കർ ഈ കേന്ദ്ര സംഘത്തോട് പറഞ്ഞത് കരുണാകരനെ മാറ്റാൻ അവർക്ക് താല്പര്യമില്ല, മാറ്റുവാണെങ്കിൽ അവർക്ക് PJ കുര്യനെ മതി. ഇതുണ്ടായ സംഭവമായത്. പത്രബന്ധമായിരുന്നു NSSുമായിട്ടും, അതേപോലെ ബന്ധമായിരുന്നു PJ കുര്യന് ഈ പറയുന്ന SNDPയുമായിട്ടും, എല്ലാവരുമായിട്ടും, എല്ലാ സഭകളുമായിട്ടും. ഇപ്പം ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷന് പോകും. അത് അങ്ങനെ ഒരു രീതിയിൽ മധ്യ തിരുവിതാംകൂറിൽ ഒരു പൊളിറ്റിക്സിന്റെ സംഭവമാണ് PJ കുര്യൻ. അപ്പൊ PJ കുര്യനെ എന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് ഡെപ്യൂട്ടി വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം ഒഴിയുന്നു. പിന്നീട് രാജ്യസഭയിൽ പോകുന്നില്ല, പ്രായമായി. അദ്ദേഹം റിട്ടയർമെന്റിലോട്ട് പോയ സമയത്ത് ആലോചിച്ച് നോക്കുക, പത്തനംതിട്ടയിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി മറ്റൊരു നേതാവിനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. അതാണ് ഉണ്ടായ സംഭവം. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത്, കാരണം ഈ ബെൽറ്റ് എല്ലാം കൂടെ ചേർന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി മാവേലിക്കര. നേരത്തെ അത് അടൂരായിരുന്നു. ഇപ്പം എത്രാമത്തെ പ്രാവശ്യം, 7ാമത്തെ പ്രാവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് ആ ഭാഗത്തുനിന്ന് മെമ്പർ ഓഫ് പാർലമെന്റ് ആകുന്നത്. ഇപ്പം അയാൾ തന്നെ പറയുന്നത് അയാൾക്ക് വേണ്ടാന്ന്, ഇനി അയാൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന്. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷ്, അടൂരെന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടുന്ന് കോട്ടയത്തോട്ട് പോയപ്പോൾ അടൂര് മത്സരിക്കുവാൻ കോൺഗ്രസിന് യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ പോലും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞില്ല, കോൺഗ്രസിനും കഴിഞ്ഞില്ല. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്. പിന്നീട് ഇതേപോലെ പത്തനംതിട്ടയിലും ഇതേപോലെ കഴിവുള്ള നേതാക്കന്മാരെ, അതിനുശേഷം അവിടെ ബാബു ജോർജ് വരുന്നു, മറ്റുള്ളവരൊക്കെ DCC പ്രസിഡന്റായിട്ട് വരുന്നു, MC ചെറിയാൻ മരിച്ചു പോകുന്നു, അടൂർ പ്രകാശ് അടൂരിൽ നിന്ന് മാറി ആറ്റിങ്ങിൽ പിടിക്കാൻ അങ്ങോട്ട് പോകുന്നു. അതോടുകൂടി കോന്നിയിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന അടൂർ പ്രകാശ് അവിടുന്ന് മാറി തിരുവനന്തപുരം ആറ്റിങ്ങൽ അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നു. അതോടുകൂടി കോന്നി കയ്യിൽ നിന്നും പോയി. ആലോചിച്ച് നോക്കുക, റാന്നി പോയി, എല്ലാം ഓരോന്നായിട്ട് പോയി. അപ്പം ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത്, അപ്പൊ ഇങ്ങനൊരു ഭാഗത്ത് സ്പേസ് വരുമ്പോൾ അതിനെ ഫില്ല് ചെയ്യുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്നില്ല. മനസ്സിലാക്കുക, ഏകദേശം 15-20 വർഷം മുമ്പ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്ന് പറയുന്ന KSU എന്ന് വന്ന സുരേഷ് കുമാറാണ് അവിടുത്തെ ചെയർമാൻ. ഇപ്പോഴും എനിക്കൊന്ന് സുരേഷ് കുമാർ അവിടുത്തെ DCC സെക്രട്ടറി എന്തൊക്കെ ആയിരിക്കും. ഇന്ന് ബാബു ജോർജ് ആണെങ്കിൽ അത് വിട്ടിട്ട് CPM-നകത്ത് പോയി. ഞാൻ ഓരോന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയുവാണ്. അപ്പൊ അവിടെയുള്ള കോൺഗ്രസിന്റെ പല ചെറുപ്പക്കാരായ നേതാക്കളും പിന്നീട് അതേപോലെ ഒരു കരിസ്മാറ്റിക് ആയിട്ട് ഒരു ലീഡേഴ്സും വന്നില്ല. ഫിലിപ്പോസ് തോമസ് അവിടെ പോയി, CPM-ൽ പോയി. അതോടുകൂടി ആ ജില്ലയില് കോൺഗ്രസ് ഇല്ലാതായിപ്പോയി. ഇതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ പലയിടത്തും പല ജില്ലകളിലും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന പല ജില്ലകളിലും കോൺഗ്രസ് നശിച്ചു പോയത്. ഒരു സമയത്ത് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് അവിടെ പോയി ആ ജില്ലയിൽ? കാരണം അതിന്റെ പലയിടത്തും ഇപ്പം എലക്ഷൻ നടക്കുവാണെങ്കിൽ കൊല്ലം ജില്ലയിൽ പലയിടത്തും പല ബൂത്തുകളിലും മണ്ഡലങ്ങളിലും അവിടെ ബൂത്തിൽ പോകാനോ ഇരിക്കാനോ ആളുകളില്ല. എവിടെ പോയി? കോൺഗ്രസിനെ നശിപ്പിച്ചു. അതേപോലെയാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ടായത്. കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ഒരു 200 പേരെ വെച്ചൊരു പ്രകടനം നടത്താൻ പോലും ആളിനെ കിട്ടുന്നില്ല. ആരാണ് ഉത്തരവാദി? ഞാൻ ഓരോ ചോദ്യങ്ങളാണ്. ഇതെങ്ങനെയാണ് കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ നശിച്ചത്? അത് വേറെ രീതിയാണ്. ഇവിടെ എങ്ങനെയാണ് കേരളത്തിൽ നശിച്ചത്? ഈ രീതിയിലാണ് ഇത് പോയത്. ഇപ്പൊ പാലക്കാട് എവിടെയാണ് കോൺഗ്രസ് ഉള്ളത്? അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ് ഇപ്പൊ കോൺഗ്രസ് ഉള്ളത്? തൃശ്ശൂർ കോൺഗ്രസ് ഇല്ലാതായി. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഇല്ലാതായി. അപ്പൊ ഇവിടെയൊക്കെ കോൺഗ്രസ് ഇല്ലാതായതിന്റെ കാരണം എന്തുവാണ്? കാരണം പുതിയ നേതാക്കന്മാരെയും പുതിയ തലമുറയിലുള്ള ആളുകളെയും കഴിവുള്ളവരെയും കൊണ്ടുവരുവാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. ഇപ്പൊ ബാബു ജോർജ് CPM-നകത്തോട്ട് പോയി, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം അവിടെ DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 5 തോറ്റുപോയി.
അയാൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. എന്ത് കോൺട്രിബ്യൂഷനാണ് ബാബു ജോർജ് കോൺഗ്രസിന് വേണ്ടി ചെയ്തത്? ഇത് ചോദ്യങ്ങളാണ് ഓരോന്ന്. അതായത് പി ജെ കുര്യന് ശേഷം, പി ജെ കുര്യൻ ഈ പറയുന്ന ആക്റ്റീവ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ആയ ശേഷം പത്തനംതിട്ട ജില്ലയിൽ ഈ ആളുകൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ ശിവദാസൻ നായർ പോലെ സീനിയർ നേതാവാണ്, അദ്ദേഹത്തിന് അവിടെ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവിടെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട അടൂർ പ്രകാശിന്. അടൂർ പ്രകാശ് അടുത്ത ജനറേഷൻ നേതാവായിട്ട് കൂന്നി പിടിച്ചെടുക്കുക മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന്റെ ഒരു തരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിന്നീട് അയാളെ അവിടുന്ന് ഈ പറയുന്ന ആറ്റിങ്ങലിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന് അടുത്ത ലെവൽ നേതാക്കൾ ഇല്ലാതായി പോയി. പിന്നെ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സീറ്റിന് വേണ്ടി കടിപിടിയാണ്, പക്ഷെ നേതാക്കന്മാരുടെ പ്രവർത്തനം വളരെ മോശം. ഇതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ കോൺഗ്രസ് താറുമാറായി പോയത്. ഞാൻ പറയും നമ്മുടെ മുമ്പിൽ, അതായത് കഴിഞ്ഞ 10-15 വർഷം 10 വർഷം മുമ്പ് ഉള്ളിൽ നമ്മുടെ മുമ്പിൽ നടന്ന ഒരു സംഭവമാണ് കോൺഗ്രസ് എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിൽ നാശമായി പോയത്. കാരണം സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ് അടൂര്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അവിടെ പിന്നെ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചു. ഇതാണ് ഉണ്ടായത്. കാരണം ഇതേപോലെയുള്ള സത്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണെങ്കിൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനുള്ള വഴിയുള്ളൂ. കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കോൺഗ്രസിന് ഈ പതനം ഉണ്ടായത്. ഇപ്പം സുധാകരനും അതേപോലെ തന്നെ VD സതീശനും യാത്ര നടത്തുകയാണ്. ഒരു യാത്രയെന്നല്ലാതെ ജനങ്ങളെ ഇളക്കി വിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്ത് യാത്രയാ? ആദ്യം പാർട്ടിയാണ് വേണ്ടത്. പാർട്ടി എത്രമാത്രം ശക്തമാണെങ്കിൽ മാത്രമേ ഇലക്ഷന് നേരിടാൻ സാധിക്കുകയുള്ളൂ. ഇലക്ഷനെ നേരിടണമെങ്കിൽ പാർട്ടി വേണം. പാർട്ടി അടിത്തട്ടിലോട്ട് പോകണം. മേൽത്തട്ടിൽ മാത്രമല്ല പാർട്ടി വേണ്ടത്. സ്ഥാനമോഹികളാണ് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ. അവരാരെങ്കിലൊക്കെ മണിയടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി ആരുടെയെ കാലി പിടിച്ച് പല സ്ഥാനങ്ങളിൽ വരും. അതോടുകൂടി അവന്റെ രാഷ്ട്രീയം പോയി. അപ്പൊ ഇതാണ് ബേസിക്കലി പത്തനംതിട്ട രാഷ്ട്രീയത്തെ നശിപ്പിച്ചതും കോൺഗ്രസ് രാഷ്ട്രീയത്തെ നശിപ്പിച്ചതും. ഇതാണ് മുൻകാലത്ത് കേരളത്തിലെ പല ജില്ലകളിലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ, അതായത് കോൺഗ്രസിന് വേരോട്ടമുണ്ടായിരുന്ന പല ജില്ലകളിലും ഈ പാർട്ടിയെ നശിപ്പിച്ചതും ഇതേ രീതിയിലായിരുന്നു.